ഇത്തവണയും പൊന്നാനിയിൽ LDFന്റെ പരീക്ഷണം ഏറ്റില്ല. UDF സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനി 2,35,760 എന്ന ചരിത്ര ഭൂരിപക്ഷമാണ് നേടിയത്. സമസ്ത ലീഗ് തർക്കങ്ങൾ മുതലെടുത്ത് വോട്ടാക്കാനാകുമെന്ന LDF തന്ത്രവും തകർന്നടിഞ്ഞു. സമസ്തയിലെയും മുസ്ലിം ലീഗിലെയും ഒരു വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചുള്ള ഇടതു പ്രചാരണം കൊണ്ട് കാര്യമുണ്ടായില്ല. 2019 ET മുഹമ്മദ് ബഷീറിന്റെ 1,93,273 എന്ന ഭൂരിപക്ഷ സംഖ്യയും അബ്ദുസമദ് സമദാനി മറികടന്നതോടെ ലീഗ് കേന്ദ്രങ്ങൾ പോലും ഞെട്ടി. ഇത്ര ഭൂരിപക്ഷം നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ കണക്കുകൂട്ടലും ഒക്കെ നടന്നപ്പോഴും നല്ലൊരു ഭൂരിപക്ഷത്തോടെ വിജയം ഉണ്ടാവും എന്ന് കണക്കാക്കിയിരുന്നു. ഇത്ര വലിയ ഭൂരിപക്ഷം പൊന്നാനിയുടെ ഒരു ഘടന വെച്ച് കണക്കാക്കൂട്ടാൻ സാധ്യതയില്ല. സമദാനിയുടെ മൃഗീയ ഭൂരിപക്ഷം സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ വായടപ്പിച്ചു. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും LDFന് മേൽക്കൈ നേടാനായില്ല. തിരുരങ്ങാടിയും കോട്ടക്കലും തിരൂരും ലീഗിന് വൻ ലീഡ് നൽകിയപ്പോൾ LDFന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനി 15,416 വോട്ടിന്റെ ലീഡ് UDFന് നൽകി. ലീഗിന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുമെന്ന സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പരസ്യ പ്രചാരണത്തിന് മുന്നിൽ വാശിയോടെ ലീഗിന്റെ താഴെത്തട്ട് വരെ ഉണർന്ന് പ്രവർത്തിച്ചത് UDFന് ഗുണം ചെയ്തു. KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിക്കകത്തുണ്ടായ നീരസം വോട്ടിലും പ്രകടമായെന്നാണ് വിലയിരുത്തൽ. പോളിംഗ് ശതമാനം കുറഞ്ഞത് തിരിച്ചടിയായതും LDFനാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. SDPI വെൽഫെയർ പാർട്ടി വോട്ടുകളും UDFന് ലഭിച്ചെന്നാണ് സൂചന. അതേസമയം 1,24,798 വോട്ടുകൾ NDA സ്വന്തമാക്കി. മുൻപത്തേതിനേക്കാൾ 15,000-ഓളം വോട്ടുകളുടെ വർധനയുണ്ടായി. പൊന്നാനിയിലെ തോൽവി UDF തരംഗത്തിന്റെ ഭാഗമാണെന്ന ഇടതുവാദത്തെ മറികടക്കുന്നതാണ് സമദാനിയുടെ മൃഗീയ ഭൂരിപക്ഷം. സമീർ ബിൻ കരീം, 24, തിരൂർ.